100ാം പിറന്നാൾ ആഘോഷിക്കുന്നതോടെ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ കൊച്ചിച്ചാച്ചൻ, അതായത് KB ജേക്കബ് കുന്തറ, നാട്ടുകാരുടെ ചാക്കപ്പച്ചേട്ടൻ, സെന്റിനേറിയൻ അല്ലെങ്കിൽ ശതായുഷ്മാൻ ആയിരിക്കുകയാണ്. കുന്തറ കുടുംബത്തിൽ ജീവിതത്തിൽ സെഞ്ചുറി അടിക്കാൻ ഭാഗ്യമുണ്ടായത് കൊച്ചിച്ചാച്ചന് മാത്രം. പൂർവികരിൽ പലരും ശതാഭിഷേകം ആഘോഷിച്ചവരുണ്ടാകാം. അതായത് 84 വയസ്സായ ഒരാൾ ജീവിതകാലത്തിൽ 1000 പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടുള്ളവർ. എന്നാൽ ശതായുഷ്മാൻ ആകാനുള്ള ഭാഗ്യം കൊച്ചിച്ചാച്ചന് മാത്രം സ്വന്തം. ഒരു അപൂർവവും അതുല്യവും അവിശ്വസനീയമായ നേട്ടമാണ് ഇത്. അതിനാൽ ഈ അവസരത്തിൽ കൊച്ചിച്ചാച്ചൻ്റെ ജീവിതം എത്രമാത്രം അസാധാരണമാണെന്ന് നാം അംഗീകരിക്കേണ്ടതുണ്ട്. കൊച്ചിച്ചാച്ചന് ഞങ്ങൾ ഏവരുടെയും ജന്മദിനാശംസകളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ഈ അവസരത്തിൽ നേരുകയാണ്. ഈ സുന്ദര മുഹൂർത്തത്തിൽ കൊച്ചിച്ചാച്ചനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്ന ഫ്രെയിം വെളുത്ത ജൂബയും മുണ്ടും അണിച്ച് സുസ്മേരവദനായി നടന്നു വരുന്ന കൊച്ചിച്ചാച്ചനെയാണ്. എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി സമീപത്തുള്ളവർക്ക് ലഭിക്കും. വളരെ സൗമ്യമായി സംസാരിക്കുന്ന വ്യക്തി, ഒരിക്കലും ദേഷ്യപ്പെടുന്നതായി കണ്ടിട്ടില്ല. ഒരു ക്രാന്തദർശിയായിരുന്നു കൊച്ചിച്ചാച്ചൻ. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്കൊരു റോൾ മോഡൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും വായനയുടെ കാര്യത്തിൽ. ദിനപത്രങ്ങൾ കൂടാതെ അന്നത്തെ പ്രധാന ഇംഗ്ലീഷ് മാസികകളായിരുന്ന ടൈം, റീഡേഴ്സ് ഡൈജസ്റ്റ്, ഇംപ്രിന്റ് മുതലായവ പതിവായി മുടക്കം കൂടാതെ വായിച്ചിരുന്നു. പനമ്പുകാട്ട് അന്ന് വിപുലമായ ഒരു പുസ്തക ശേഖരണം തന്നെ ഉണ്ടായിരുന്നു. കഥകളും നോവലുകളും വായിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കുട്ടികൾക്ക് രസകരമായി വർണ്ണിച്ചു തരുന്ന അപൂർവ സിദ്ധിയുടെ ഉടമയായിരുന്നു അദ്ദേഹം. വൈകുന്നേരങ്ങളിൽ കൊച്ചിച്ചാച്ചൻ പൂച്ചാക്കലിലെ ബാങ്കിൽ നിന്ന് വരാൻ ഞങ്ങൾ ഏവരും നോക്കിയിരിക്കും കഥകൾ കേൾക്കാൻ. തുടർന്ന് താല്പര്യത്തോടെ ഞങ്ങൾ ചുറ്റും കൂടും. പലപ്പോഴും കഥ പറച്ചിൽ അത്താഴം കഴിക്കുന്നവരെ നീണ്ടുപോകും. TV-യും സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഒന്നും ഉണ്ടായിരുന്ന കാലമായിരുന്നില്ല അത്. എൻ്റെ തലതൊട്ടപ്പൻ അല്ലെ ഗോഡ് ഫാദർ ആയിരുന്നുകൊണ്ട് എന്നോട് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിനാൽ അവധിക്കാലത്ത് പാണാവള്ളിയിൽ കൂടുതൽ ദിവസങ്ങൾ തങ്ങുന്ന വീടായിരുന്നു പനമ്പുകാട്ട്. കളിക്കൂട്ടിനായി ഔസേപ്പച്ചനും വർക്കച്ചനും റോസമ്മയും കൊച്ചുറാണിയും ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു ആകർഷണം. വായനയോടൊപ്പം ഇംഗ്ലീഷ് സിനിമയോടുള്ള കൊച്ചിച്ചാറ്റ താല്പര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കുട്ടികളായ ഞങ്ങൾക്കും സിനിമ ആസ്വദിക്കാൻ ഇത് സഹായകരമായി. ഒരിക്കൽ കാർ സർവീസ് ചെയ്തുകൊണ്ട് വരാൻ പോയ അവസരത്തിൽ കൊച്ചിച്ചാച്ചൻ ഔസേപ്പച്ചനെയും വർക്കച്ചനെയും എന്നെയും കൂടെ കൊണ്ടുപോയി. എറണാകുളത്തിന് കൊണ്ടുപോയി. ഒരു സർപ്രൈസായി ഹോട്ടലിൽ കയറി ബിരിയാണി വാങ്ങിത്തന്നു. 6 ഞാൻ പഠിച്ചിരുന്ന കാലമായിരുന്നു അത്. ബിരിയാണി കഴിക്കുന്നത് ആദ്യവും. അതിനുശേഷം ശ്രീധർ തിയേറ്ററിൽ പോയി ക്ലിന്റ് ഈസ്റ്റ്വുഡ് അഭിനയിച്ച ദി ഗുഡ്, ദി ബാഡ് ആൻഡ് ദി അഗ്ലി എന്ന സിനിമ കണ്ടതായി ഓർക്കുന്നു. ആദ്യമായാണ് അന്ന് AC തിയേറ്ററിൽ സിനിമ കാണുന്നത് പോലും. തൻ്റെ ജീവിതത്തിൽ ബാങ്കിങ്ങും കൃഷിയും പൊതുപ്രവർത്തനവും ഒരുപോലെ സമന്വയിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. എല്ലാ കാര്യത്തിലും 100% വിജയിക്കുകയും ചെയ്തു. അതോടൊപ്പം വീട്ടുമുറ്റത്തെ ഉദ്യാനം സംരക്ഷിക്കുന്നതിലും പട്ടികളെയും ലവ് ബേർഡ്സിനെയും വളർത്തുന്നതിലും അദ്ദേഹം സമയം കണ്ടെത്തി. ഈ താല്പര്യങ്ങൾ എല്ലാ മക്കൾക്കും പാരമ്പര്യമായി ലഭിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ചിന്നമ്മ ചേച്ചിക്ക്. പനമ്പാട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ പല സംഗതികളും അത്ഭുതത്തോടെയാണ് ഞങ്ങൾ കുട്ടികൾ വീക്ഷിച്ചിരുന്നത്. പലതും കൊച്ചിച്ചാച്ചൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. ഉദാഹരണത്തിന് ഫോൺ, കാർ, ഫ്രിഡ്ജ്, അവൻ മുതലായവ. സമ്പന്നനായിരുന്ന കൊച്ചിച്ചാച്ചൻ പാവപ്പെട്ടവരെ സഹാനുഭൂതിയോടെ വീക്ഷിച്ച് അവർക്ക് വേണ്ട സഹായം ചെയ്യാൻ മടി കാണിച്ചിരുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമൂഹത്തെയും സഭയെയും കുടുംബത്തെയും സ്നേഹിച്ച ഒരു ബഹുമുഖ പ്രതിഭ, അതായത് മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹം. നമ്മൾ ഏവരും വായിച്ചു പഠിക്കേണ്ട ഒരു പുസ്തകമാണ് കൊച്ചിച്ചാച്ചൻ്റെ ജീവിതം. 100 വർഷം ജീവിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ വളരെയധികം സമയം ആവശ്യമാണ്. സമയപരിമിതി മൂലം ഞാൻ അതിന് മുതിരുന്നില്ല. കൊച്ചിച്ചാച്ചൻ്റെ വാർദ്ധക്യത്തിൽ വളരെ താല്പര്യത്തോടെ ശുശ്രൂഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത എല്ലാ മക്കളെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് വർക്കച്ചനെയും ആനിയമ്മയും. കൊച്ചിച്ചാച്ചന് തുടർന്നും ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ
2 വാക്ക് പറയാനായി എനിക്ക് അവസരം നൽകിയ വർക്കച്ചന് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഇച്ചാച്ചൻ്റെ ചേട്ടൻ പനമ്പാട്ടെ കുച്ചാച്ചനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത് എൻ്റെ സ്കൂൾ കാലത്തെ കാര്യങ്ങളാണ്. സ്കൂളിൽ പ്രത്യേകിച്ചും വേനലവധിക്ക് ഞാൻ, എൻ്റെ അനിയൻ തോമച്ചൻ, ചേർത്തലയുടെ ടോമിച്ചൻ, എൻട്രി, ഞങ്ങളെല്ലാവരും കുന്തറെ കാണും. അപ്പോൾ അവിടെ ചൂണ്ടിയിടിയിൽ മട്ടൽ ചവിട്ടുക, വലിയ ചാച്ചനുമായിട്ട് വഴക്കുണ്ടാക്കുക. പിന്നെ വൈകുന്നേരങ്ങളിൽ പുറത്തു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ബന്ധു വീട്ടിൽ, അടുത്തുള്ള ബന്ധുവീട്, മെയിനായിട്ട് ഞങ്ങൾ പോകുന്ന വീടുകൾ ഒന്ന് പനമ്പാട്, പിന്നെ കളപ്പരയ്ക്കൽ, പിന്നെ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടുപോകും. അപ്പോൾ അങ്ങനെ മണിയമ്പള്ളിയിലെ അമ്പല വീട്, അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഞങ്ങൾ പോകും. മിക്ക വൈകുന്നേരങ്ങളിൽ ഒന്നെങ്കിൽ കളപ്പരയ്ക്കൽ അല്ലെങ്കിൽ പനമ്പാട്ട് പോകാറുണ്ട്. പനമ്പാട്ട് ചെന്ന് കഴിഞ്ഞാൽ കൊച്ചിച്ചാനുമായിട്ടാണ് ഞങ്ങളുടെ സംസാരമെല്ലാം. കൊച്ചിച്ചാന് ഞങ്ങൾ തീരെ എന്ന് വെച്ചാൽ സ്കൂളിൽ കുട്ടികളാണ്, ഇത്രയും പ്രായ വ്യത്യാസമുണ്ട്, എന്ന് വെച്ചാൽ ഒരു 40 വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഞങ്ങളൊക്കെ ആയിട്ട്. എന്നാലും ഞങ്ങളുമായിട്ടൊക്കെ വളരെ ഇടപഴകി പല കാര്യങ്ങൾ സംസാരിക്കും. ഞങ്ങളെ വീടിലുള്ളതൊക്കെ കാണിക്കും. വീടിന്റെ പുറകുവശത്തുള്ള കശുമാവും തോട്ടം, മുമ്പിലുള്ള പൂച്ചെടികൾ, ഇതെല്ലാം ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കും. കുളം കൊണ്ടൊക്കെ കാണിക്കും, കുളത്തിൽ കിടക്കുന്ന മീനുകൾ, ഇതൊക്കെ ഞങ്ങളോട് ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു തന്ന് എല്ലാം ചുറ്റി കണ്ട് അത് എല്ലാം ഞങ്ങൾ ചോദിക്കും. കശുമാങ്ങ പറിക്കും, കശുമാങ്ങ കഴിക്കും. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അടുക്കളയുടെ വശത്തൊട്ടായിരുന്ന കോഴി, താറാവ്, ഇതെല്ലാം ഞങ്ങളെ കാണിച്ച് ഞങ്ങളതെല്ലാം നോക്കി കണ്ടും പിന്നെ കാപ്പി കുടിച്ച് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ സന്തോഷമായിട്ട് തിരിച്ചു പോരുന്നത്. അന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയത് കുച്ചാൻ്റെ അന്ന് റീഡേഴ്സ് ഡൈജസ്റ്റ് ഉണ്ട്, വരുത്തുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ടൈം മാഗസിനും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് റീഡേഴ്സ് ഡൈജസ്റ്റ് ഒക്കെ കാണുന്നതും വായിക്കുന്നതും കുച്ചാൻ്റെ അടുത്തു നിന്നാണ്. അപ്പം ഞാനിതൊക്കെ എടുത്ത് നോക്കും, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുച്ചാൻ അതിനെക്കുറിച്ച് അതിൻ്റെ അകത്തുള്ള കഥകളൊക്കെ പറയും. പിന്നെ അത് വായിക്കണം, ഇത് വായിക്കണം. ടൈം മാഗസിൻ ഉണ്ടായിരുന്നു എൻ്റെ വിചാരം, അവിടെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നാണേലും കുച്ചാൻ മലയാളം പത്രവും ഒക്കെ വായിക്കുന്നത് കൂടാതെ ഇത്തരം ഇംഗ്ലീഷ് മാഗസിൻസ് ഒക്കെ നന്നായിട്ട് വായിക്കാറുണ്ടായിരുന്നു. മനസ്സിരുത്തി വായിക്കാറുണ്ടായിരുന്നു. എനിക്കൊന്ന് വള്ളിപ്പുള്ളി വിടാതെ മുഴുവനും വായിക്കുന്നതായിട്ട് കാണാറുണ്ട്. കൂടുതലും ഒരു നല്ല റീഡിങ് ഹാബിറ്റ്, വളരെ പായസമാണ്. എന്ന് വെച്ചാൽ ആരോടും ദേഷ്യപ്പെടുവോ, ഞങ്ങളോടും ദേഷ്യപ്പെടുന്നതായിട്ട് പോലും ഓർക്കുന്നില്ല. ഇച്ചാച്ചനോ അല്ല വലിയ ചാച്ചനൊക്കെ ഞങ്ങളോട് ദേഷ്യപ്പെടും. പക്ഷെ കുച്ചാൻ എന്നോട് ഞങ്ങളോട് ദേഷ്യം, എന്തോ വികൃതി കാണിച്ചാലും അങ്ങനെ ഒരു ദേഷ്യപ്പെടൽ എൻ്റെ ഓർമ്മയിലില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പല കാര്യങ്ങളും ചോദിക്കുകയും അങ്ങനെയുള്ള എല്ലാം മനസ്സിൽ ഇന്നുണ്ട്. പിന്നെ വേറെ ഒരു പ്രത്യേകത, എനിക്കൊന്ന് ഹിന്ദു പത്രം വരുത്തുന്നുണ്ടായിരുന്നു. അതും മുഴുവൻ ഇരുന്ന് വായിക്കുകയും എല്ലാം ആ വാർത്തകൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ളൊരു. പിന്നെ കുച്ചാൻ്റെ പുസ്തകം കളക്ഷൻ ഉണ്ടായിരുന്നു ഒരു മുറിയിൽ കയറുമ്പോൾ തന്നെ. അതിലിങ്ങനെ ഓരോന്ന് കാണിച്ചു തരിക, ഓരോ പുസ്തകങ്ങൾ. ഡൈജസ്റ്റ് തന്നെ അവിടെ എല്ലാം, ഡൈജസ്റ്റ് തന്നെ എല്ലാം ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇച്ചാച്ചൻ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് എടുത്തുകൊണ്ട് വായിക്കാനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെയാണ് ഇച്ചാച്ചൻ ഇന്ത്യ ടുഡേ മാസിക വരുത്താൻ തുടങ്ങിയത്. ഞാനൊക്കെ അതെടുത്ത് നോക്കുകയും വായിക്കുകയൊക്കെ ചെയ്യും. ആ ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിൽ ചെറുപ്പകാലത്തെ, അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഓർമ്മകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് വലിയൊരു റെസ്പെക്റ്റോടെയാണ് ഞങ്ങൾ കുച്ചാനെ ഞാൻ കണ്ടിരുന്നത്. ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു കൊച്ചുറാണി ചേച്ചിയെ എറണാകുളത്ത് കോളേജിൽ ചേർക്കാൻ പോകുന്ന കൂടെ കാറയിൽ എന്നെ കൊണ്ടുപോയി. ഞാൻ എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ കാറയിലൊക്കെ കയറുന്നത്. കൊച്ചാച്ചൻ ഞങ്ങൾ പോയി മറൈൻ ഡ്രൈവില് മസാല ദോശ കഴിച്ചു. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഭാരത് ഹോട്ടലിൽ നിന്നാണ്. ഇന്നും ഭാരത് ഹോട്ടലുണ്ട് അവിടെ നിന്നാണ് മസാല ദോശ. അത് എൻ്റെ ആ മസാല ദോശയുടെ രുചിയും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായ യാത്രയും രുചിയല്ല. പിന്നെ എൻ്റെ ഓർമ്മയിലോട്ട് വരുന്നത്, ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ കയറി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹിന്ദു പത്രത്തിലെ ഗ്രീൻ നോട്ട്സ് എന്ന് പറഞ്ഞ ഒരു കോളമുണ്ട്. അതിൽ ഞാൻ കുറേ നാൾ, ഒരു 2-3 വർഷം ചെടികളെ കുറിച്ച് എഴുതുമായിരുന്നു. അത് കൊച്ചിച്ചാച്ചൻ വായിക്കും. എന്നിട്ട് ചിലപ്പോഴൊക്കെ എന്നെ വിളിക്കും, ഞാനും അങ്ങോട്ടും വിളിക്കും. കൊച്ചാനെ ലാൻഡ് ലൈനാണ് വിളിക്കുന്നത്. നമ്പർ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അവസാനം 35 ആണെന്ന് എൻ്റെ വിചാരം. അങ്ങനെ ഞങ്ങൾ പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഞാനൊരു പ്രാവശ്യം ഈ കാരമുള്ളു ചെടിയുണ്ട്, അതിനകത്ത് കാരപ്പഴ, അതാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് ബേക്കറി ചെറിയായിട്ട് വരുന്നത് ആ സാധനം.
ഈ കാരപ്പഴം എന്ന് പറയുന്നത്. അത് പനമ്പുകാട്ട് ആ കുളത്തിന്റെ സൈഡിൽ നിൽപ്പുണ്ട്. അപ്പൊ അതിൽ നിറയെ കായുണ്ടായി. അതൊരു നല്ല പിങ്ക്, ഡീപ് പിങ്ക് കളറിലാണ് പഴുത്തു കഴിയുമ്പോൾ. അപ്പം ഞാൻ അതിനെക്കുറിച്ച് എഴുതിയപ്പം എന്നെ വിളിച്ചു, എടാ ഇതെങ്ങനെ, ഇത് കഴിക്കാൻ പറ്റുന്നില്ല, നിറയെ കറയാണല്ലോ, ഇതെങ്ങനെയാ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതിയിരുന്നു. ഞാൻ പിന്നെ അത് വളരെ വിശദമായിട്ട് അതിന്റെ ചുണ്ണാമ്പിലിട്ട് അതിന്റെ അത് കറ കളയുന്നതും പുഴുങ്ങുന്നതും പിന്നെ പഞ്ചസാര ലൈനിലിടുന്നതും കളർ കൊടുക്കുന്നതും അങ്ങനെ അത് ബേക്കറി ചെറിയായിട്ട് മാറ്റുന്നതെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എങ്കിലും കൊള്ളാം, അങ്ങനെ ഒരു ഉപയോഗമുണ്ട്, ഇതാണ് ബേക്കറി ചെറിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറെ സംസാരിച്ചു. പിന്നെ കൊച്ചാനിങ്ങനെ ഈ ഇടയ്ക്ക് കാണുമ്പോഴൊന്നും ഓർമ്മയില്ല, എന്നെ ഒന്നും ഓർക്കുന്നില്ല. എനിക്ക് വളരെ സങ്കടമുണ്ട് അത് കാണുമ്പോൾ. അപ്പം അതെല്ലാം പഴയകാല ഓർമ്മകളെല്ലാം വളരെ, പ്രത്യേകിച്ചും കുന്തറ, പാണാവള്ളി ചുറ്റുപറ്റിയുള്ള ഓർമ്മകളിലെല്ലാം പനമ്പാട്, കളപ്പുരയ്ക്കല് എല്ലാം ഞങ്ങളുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ചും കുച്ചാച്ചൻ, പിന്നെ കളപ്പുരയ്ക്കലെ അച്ഛനെല്ലാം ഞങ്ങളുടെ ഓർമ്മകളിലുള്ളതാണ്. ഓക്കെ. എന്റെ തലതൊട്ടപ്പൻ 100 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും. ഇനിയും കുറേ വർഷം കൂടി ജീവിച്ചിരിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഹാപ്പി Happy birthday, Mr. Jackson. അത് തന്നെ. ഓക്കെ. എന്റെ തലതൊട്ടപ്പൻ പനമ്പുകാട്ട് കുച്ചിച്ചാച്ചൻ. എവിടെ തുടങ്ങണം, എവിടെ തീർക്കണം, വലിയ വിഷമം. 100 സൗഭാഗ്യകരങ്ങളായ വർഷങ്ങൾ പിന്നിട്ട ഒരു മഹാവ്യക്തി. അധികം ആളുകൾക്ക് ഈ ചേർത്തലയിൽ അത് അവകാശപ്പെടുവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ കുന്തറ കുടുംബത്തിൽ ജനിച്ചു എങ്കിലും കൊച്ചിച്ചാച്ചനും വല്യമ്മയും എൻ്റെ തല തൊടുന്നത് ഓർക്കുന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടില്ല. എന്നിരുന്നാൽ തന്നെയും കൊച്ചിച്ചാച്ചനും കുടുംബവും കുന്തറ പനമ്പുകാട്ട് താമസം മാറ്റിയ കാലം മുതൽ പലതും ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു. കുട്ടിക്കാലം, ചിന്നമ്മ, ലില്ലിക്കുട്ടി, കുരിയച്ചൻ, ഞാൻ ഏതാണ്ട് സമപ്രായക്കാർ. പലപ്പോഴും വൈകുന്നേരം കളിക്കുന്നതിനായി പനമ്പുകാട്ടെത്തും. അവിടെ ആയിരിക്കും സന്ധ്യ ഉറങ്ങുന്നത്. കാരണം മിക്കവാറും ഇവിടെ നല്ല മീൻകറിയും മറ്റ് ഉള്ളതുകൊണ്ടാണ്. സന്ധ്യയായി വരുമ്പോൾ എല്ലാവരും വീടിന്റെ ഉമ്മറത്തെത്തും. കൊച്ചിച്ചാച്ചൻ മുന്നിലുള്ള ചൂരൽ കസേരയിൽ വന്നിരിക്കും. ഞങ്ങൾ ചുറ്റും കൂടുന്നതിന്റെ കാരണം കഥകൾ കേൾക്കുന്നതിനാണ്. കൊച്ചിച്ചാച്ചന് ഒരുപാട് വായനാശീലമുണ്ടാകും. അതിൽ 2 നോവലുകളുടെ കഥ ഞാൻ ഓർക്കുന്നു. അത് പരിഭാഷപ്പെടുത്തി പറഞ്ഞു തന്നിരുന്നു. ഡ്രാക്കുള. ഇത് 3-4 ദിവസങ്ങൾ കൊണ്ടാണ് പറയുന്നത്, ഇന്നത്തെ സീരിയൽ മാതിരി. ഡ്രാക്കുള കഥ കേട്ട് പേടിച്ച് ഉറങ്ങാതെ കിടന്നിട്ടുണ്ട്. രക്തം കുടിക്കുവാൻ വന്നെങ്കിലോ എന്നോർത്ത്. രണ്ടാമത്തത് ഐ സ്റ്റേഷൻ സീബ്ര. ഇതൊരു റഷ്യ അമേരിക്ക സ്പൈ കഥ, നോർത്ത് പോളിൽ നടന്നത്. പിന്നീട് പഠനങ്ങൾക്കായി എല്ലാവരും പല സ്ഥലങ്ങളിൽ പോയി. എന്നിരുന്നാൽ തന്നെയും അവധിക്കാലങ്ങളിൽ പനമ്പുകാട്ട് വരിക, എല്ലാവരുമായി സമയം പങ്കിടുക പതിവായിരുന്നു. എന്തോ കൊച്ചിച്ചാച്ചന് എന്നോട് അല്പം കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നോ എന്ന് സംശയിക്കുന്നു. കാരണം ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം ഒഴിവുകാലങ്ങൾ പലതും കുന്തറയിൽ ആയിരിക്കും ചെലവിടുക. ഞാൻ ഓർക്കുന്നു, കുന്തറയിൽ പ്രധാന സംഭവങ്ങൾ നടക്കുമ്പോൾ
അതിൻ്റെ പ്രധാന ചുമതല വെള്ളിച്ചാച്ചൻ കൊച്ചിച്ചാച്ചനെ ആയിരുന്നു ഏൽപ്പിക്കുക. കാരണം കൊച്ചിച്ചാച്ചൻ്റെ കോശസ്ഥിതി ഉള്ള ഒരാൾ വേണമല്ലോ. അപ്പോൾ സഹായിയായി കൊച്ചിച്ചാച്ചൻ എന്നെയും കൂട്ടും. 1964 കേരള കോൺഗ്രസ് ഉത്ഭവിച്ച സമയം കൊച്ചിച്ചാച്ചനെ പാർട്ടി പ്രവർത്തകർ ചേർത്തലയിലെ ഒരു പ്രധാന നേതാവാക്കി മാറ്റി. ആ തിരഞ്ഞെടുപ്പിൽ ചേർത്തലയിൽ നിന്നും മത്സരിക്കുവാനും നിർബന്ധിച്ചു. എന്നാൽ വഴങ്ങിയില്ല. ഒരുപാട് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ഞാൻ കൂടെ പോയിട്ടുണ്ട്. ആർ ബാലകൃഷ്ണപിള്ളയെ അടുത്ത് കണ്ടിട്ടുണ്ട്. CV ജേക്കബ് എന്ന സ്ഥാനാർത്ഥിയെ ചേർത്തലയിൽ നിന്നും വിജയിപ്പിക്കുന്നതിന് കൊച്ചിച്ചാച്ചൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു സംഭവം കൂടി പറയാതെ തീർക്കുവാൻ പറ്റില്ല. അത് കുന്തറ കുടുംബയോഗത്തിന്റെ തുടക്കം. ഇതിൽ മരിച്ചുപോയ അപ്പച്ചനച്ഛനും കൊച്ചിച്ചാച്ചനും അവരെ സഹായിക്കുവാൻ ഈ ഒരുവനും കൂടിയിരുന്നു. കൊച്ചിച്ചാച്ചന് ഒരു ഭയമുണ്ടായിരുന്നു. ആദ്യ തുടക്കം നല്ല രീതിയിൽ കൊച്ചിയിൽ ബോൾഗാട്ടി പാലസിൽ ആയിരുന്നു ഒരുക്കുന്നത്. ആ രീതി അന്നത്തെ രീതിയിൽ വലിയ ചെലവുള്ള ഒരു കാര്യം. അതിൽ എല്ലാവരും സഹകരിക്കുമോ അതായിരുന്നു വിഷമം. ഞാൻ കൊച്ചിച്ചാച്ചന് ഒരു വാക്ക് കൊടുത്തു. മുന്നോട്ട് പോവുക, വരുന്നിടത്ത് വെച്ച് കാണാം. ആ കൺവെൻഷൻ മഹാവിജയമായിരുന്നു. അന്ന് തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് ഈ കുടുംബ കൂട്ടായ്മ നിൽക്കില്ല, മുന്നോട്ട് പോകും. അടുത്ത വർഷം 25 വർഷമാകുന്നു. അതിലും കൊച്ചിച്ചാച്ചൻ എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന ആശയിൽ ഞാൻ ചുരുക്കുന്നു. വളരെ ഉപകാരം. ഹാപ്പി ബർത്ത്ഡേ കൊച്ചിച്ചാച്ച. ഇന്ന് കൊച്ചിച്ചാച്ചന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബർത്ത്ഡേ പാട്ട് ഓപ്പറ സ്റ്റൈലിൽ പാടാൻ പോവാണ്. സാധാരണ ഈ പാട്ട് പാടുന്നത് പ്രസിഡന്റുമാർക്കും പ്രൈം മിനിസ്റ്റർമാർക്കും രാജാക്കന്മാർക്കും ചിലപ്പോൾ പിണറായി വിജയനും വേണ്ടി പാടുന്നു. ഇന്ന് ഞാൻ ഈ പാട്ട് കൊച്ചിച്ചാച്ചന് വേണ്ടി പാടുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു കൊച്ചിച്ചാച്ച, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ കൊച്ചിച്ചാച്ചൻ. ഹാപ്പി ബർത്ത്ഡേ കൊച്ചിച്ചാച്ചൻ. കൊച്ചിച്ചാച്ചൻ്റെ 100ാമത്തെ ബർത്ത്ഡേക്ക് ഞങ്ങളുടെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ കൊച്ചിച്ചാച്ചന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. കൊച്ചിച്ചാച്ചൻ്റെ ഈ 100ാമത്തെ ബർത്ത്ഡേ ആഘോഷം നന്നായി നടക്കുന്നതിന് ദൈവം കൊച്ചിച്ചാച്ചനെയും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കൊച്ചിച്ചാച്ചന് ഇങ്ങനെയുള്ള ഒരു അവസരം ദൈവം തന്നതിൽ നന്ദി പറയുന്നു. ഈ അവസരം വളരെ വളരെ കുറച്ച് ആൾക്കാർക്ക് ദൈവം കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു 100 വർഷത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു അവസരം. അതുകൂടാതെ കൊച്ചിച്ചാച്ചൻ ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു നടു തൂണുകൂടെയാണ്. അതിനും ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. On behalf of Seattle Kundaras, John, Beth, George, Jose and me, ഞങ്ങളുടെ ബർത്ത്ഡേ വിഷസ് കൊച്ചിച്ചാച്ചന് we are sending the birthday wishes. May God bless you. സ്നേഹത്തോടെ Seattle Kundaras. Happy birthday. Happy birthday. Very happily we are celebrating the 100th birthday of Chakapani Chacha. Few words about him. A man of exceptional intellect and unwavering integrity. I think he is the first one from Panavalli who graduated in commerce. His innovative achievements in the field of banking is praiseworthy. He is a pillar of the strength for Kundara family. Founding member of Kundara Family Association, a very good organizer.
Until 1 or 2 years back, he actively participated in all the functions of Kundara family. He built deep, lasting relationships and an inspiration to everyone who knew him. Moreover, a great visionary. His hard-working nature, simplicity, strong faith in God are remarkable. My personal experience, he accompanied me when I went to join Trivandrum Medical College, and that has imparted great strength for me. He was blessed with a loving partner who is no more, and blessed with highly educated children who are showering love and care in his later years of life. May God continue to bless him. With all the prayers, I conclude. Thank you. പ്രിയപ്പെട്ട ജാക്കോബൻ ചായ, മറ്റു പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സങ്കീർത്തനം 92 പറയുന്നു, വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവരെന്നും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും. ജാക്കോബൻ ചായന്റെ ഇപ്പോഴത്തെ ഈ ജീവിതാവസ്ഥ ഇതുപോലെ തന്നെയാണ്. ദൈവം നമ്മളോട് ഓരോരുത്തരോടും ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു അനുഗ്രഹമായി തീരണമെന്നാണ്. ജാക്കോബൻ ചായന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും ഒരു അനുഗ്രഹമായി തന്നെ ജീവിതം തുടർന്നു കൊണ്ടുപോയ ഒരു മനുഷ്യനാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ജാക്കോബൻ ചായന്റെ ഒരു സ്വഭാവ സവിശേഷതയെന്ന് എല്ലാവരും കണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു പുഞ്ചിരിയോടുകൂടി ഫേസ് ചെയ്യുന്ന ഒരു പ്രകൃതമാണ്. നമ്മള് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കരിങ്കല്ലിന് കാറ്റടിച്ചാൽ പോലും അനങ്ങാത്ത മനുഷ്യനാണ് അവന്. അതുപോലെയാണ് ജാക്കോബൻ ചായ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും സുഖദുഃഖ പരാജയങ്ങളിലൊക്കെ വളരെയധികം പുഞ്ചിരിയോടുകൂടി, സമയത്തതയോടുകൂടി, വിവേകത്തോടുകൂടി തരണം ചെയ്തിട്ടുള്ള ഒരു ആളാണ് ജാക്കോബൻ ചായ. കുടുംബത്തിൽ തന്നെ ഫലശൂന്യമായി കിടന്ന പനമ്പുകാട്ട് പറമ്പ് വളരെയധികം ഫലപുഷ്ടമായ വൃക്ഷങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും പൂന്തോട്ടം ഒരു കൗതുകമായി മാറ്റിക്കൊണ്ട് വളരെയധികം പൂച്ചെടികൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്ത ഒരു ജീവിത അവസ്ഥ ജാക്കോബൻ ചായ ഒരു കാലത്തുണ്ടായിരുന്നു. എത്ര ആരോഗ്യം പോയാലും ജീവിതത്തിന്റെ വീടിന്റെ പരിസരങ്ങൾ എപ്പോഴും ഭംഗിയായി വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ജാക്കോബൻ ചായ. ഓരോ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിനും അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതിനും എല്ലാം വളരെയധികം വ്യക്തി സാമർഥ്യമുള്ള ആളായിരുന്നു. അറിവ് സമ്പാദിക്കുന്നതിന് വളരെയധികം ഉത്സുകനായിരുന്ന ജാക്കോബൻ ചായ വളരെയധികം ബുക്കുകൾ വായിക്കുകയും അതിലെ കഥകളും അനുഭവങ്ങളും എല്ലാം കുട്ടികൾക്ക് പോലും മറ്റുള്ളവർക്കും എല്ലാം പകർന്നു കൊടുത്ത് ജീവിതം സാഫല്യമാക്കി. ഇതെല്ലാം നമ്മളൊരു കഥ പോലെയല്ല, ജീവിതത്തിലൂടെ കണ്ടതാണ്. എന്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് സന്തോഷത്തോടെ ഓർത്തിരിക്കാൻ ഒരു കാര്യമുണ്ട്. എപ്പോ കണ്ടാലും ജാക്കോബൻ ചായ ഞങ്ങളോട് പറയും, 82 കൊല്ലം മുമ്പ് ജനിച്ച എന്നെ ജാക്കോബൻ ചായ ഏകദേശം 18 വയസ്സ്. എന്നെ അമ്മച്ചി കോട്ടയം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പോയപ്പോൾ അന്ന് വാഹന സൗകര്യങ്ങളൊന്നുമില്ല, വള്ളത്തിലും ബോട്ടിലൊക്കെയാണ് യാത്ര. ഈ പണാവളിയിൽ അങ്ങനെയാണ് കോട്ടയം വരെയും പറ്റിയത്. ജാക്കോബൻ ചായ അന്ന് SP കോളേജിൽ 18 വയസ്സിൽ ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന കാലമാണ്. ജാക്കോബൻ ചായ പറയുന്നത്, ഇനി ഞാൻ നിന്നെ കാണാനായിട്ട് അവിടെ കോട്ടയം
മെഡിക്കൽ കോളേജിൽ വന്ന് കോട്ടയം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്ന് അന്ന് അമേരിക്കയിൽ പോയ പ്രതീക്ഷയോടെയാണ് ചാക്കോപ്പൻ പറയുന്നത്. അന്നത്തെ അവസ്ഥ അതാണ്. അത് എപ്പോ കണ്ടാലും എന്നോടൊരു പറയുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ കേൾക്കുമ്പോൾ ചിരിച്ചു പോകും. എന്ന് വെച്ചാല് അങ്ങനെ ഒരു കാര്യം ഈ 82 കൊല്ലം മുമ്പ് നടന്നത് ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയെല്ലാം സവിശേഷതകളൊക്കെ ഞാൻ ചാക്കോപ്പൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ അതിൻ്റെ സൗരഭ്യം ഏറ്റുവാങ്ങാനും എല്ലാം ഭാഗ്യമുള്ളവരായി തീർന്നിട്ടുണ്ട്. ഇനിയും ചാക്കോപ്പൻ വളരെയധികം കാര്യങ്ങൾ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചു കാണുവാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ശതാബ്ദി കുച്ചിച്ചാച്ച. എനിക്ക് 3 മിനിറ്റാണ് തന്നിരിക്കുന്നത്. കൊച്ചിച്ചാച്ചനെ കുറിച്ച് സംസാരിക്കുന്നതിന് എനിക്ക് 3 മണിക്കൂറിൽ കൂടുതൽ വേണം. Let me start with my childhood memories. ഞാൻ പാണാവളി കുന്തറയിൽ നിന്നാണ് പഠിച്ചത്. അന്ന് കൊച്ചിച്ചാച്ചനായിരുന്നു എൻ്റെ ഹീറോ. ഇന്നും കൊച്ചിച്ചാച്ചനാണ് എൻ്റെ ഹീറോ. അന്ന് കോളേജിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ചില ഈവനിങ്ങുകളിൽ ഞാൻ പനമ്പാട്ട് വരാറുണ്ട്. അന്ന് പനമ്പാട്ട് വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്നത് പനമ്പാട്ട് സ്വീകരണ മുറിയിൽ ഷെൽഫിലിരിക്കുന്ന പബ്ലിക്കേഷൻസ് ആണ്. അതിലൊന്ന് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ലൈഫ് മാഗസിൻ, റീഡേഴ്സ് ഡൈജസ്റ്റ് ആൻഡ് ടൈം വീക്കിലി. കൊച്ചിച്ചാച്ചൻ വായിച്ചു കഴിഞ്ഞിട്ടുള്ള ടൈം ഞാൻ അവിടെ നിന്ന് ബോർ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. അത് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ദുരുദ്ദേശം കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ അത് കൊണ്ടുപോയി ഷൈൻ ചെയ്യുക. ഞാൻ ബസ്സിൽ പോകുമ്പോൾ അത് കൈ പിടിച്ചുകൊണ്ട് പോകും. കോളേജിൽ പോകുമ്പോൾ ബുക്കിന്റെ ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്നത് ടൈം മാഗസീനാണ്. ചേർത്തല NS കോളേജിൽ അപൂർവം ചിലർക്ക് ടൈമിനെ കുറിച്ച് വിവരമുള്ളെങ്കിലും അവരുടെ മുമ്പിലൊക്കെ എനിക്ക് ഷൈൻ ചെയ്യാൻ സാധിക്കും. കൂടാതെ ഒരിക്കൽ ഒരു പ്രൊഫസർ അത് എൻ്റെ കയ്യിൽ നിന്നും ബോറോ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് വായിക്കാൻ. മറ്റൊന്നും കൊണ്ടല്ല, ഇത് 1975-78 കാലയളവിലാണ്. അന്ന് ഈ ടൈം വീക്കിലി കേരളത്തിൽ വളരെ റെയറായിട്ട് അവൈലബിൾ അല്ല. വലിയ ലൈബ്രറി തിരുവനന്തപുരത്തോ എറണാകുളത്തൊക്കെയുള്ള ലൈബ്രറികൾ കാണുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ കിട്ടുന്നത് എറണാകുളത്ത് MG റോഡിലുള്ള പൈക്കോയിൽ അത് കിട്ടുമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കോപ്പിയൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള ജനറൽ നോളജിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് കൊച്ചിച്ചാച്ചന്റെയും ബോറോ ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഈ മാഗസീനുകളിൽ നിന്നാണ്. മറ്റൊന്നെനിക്ക് കൊച്ചിച്ചാച്ചനെ കുറിച്ച് പറയാനുള്ളത് കൊച്ചിച്ചാച്ചന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ കുറിച്ച്. പാണാവള്ളി പള്ളിയിലെ സെയിന്റ് അഗസ്റ്റിൻസ് ക്ലബിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് കൊച്ചിച്ചാച്ചൻ. കൂടാതെ ഒക്ടോബർ മാസത്തിൽ നടത്തുന്ന കൊന്ത നമസ്കാരത്തിന്റെ സമാപനമായിട്ട് നടത്തുന്ന ദീപക്കാഴ്ചയുടെ കോർഡിനേറ്റർ എന്റെ ഓർമ്മയുള്ള കാലം മുതൽ കൊച്ചിച്ചാച്ചനാണ് അതിന്റെ കോർഡിനേറ്റർ. കൊച്ചിച്ചാച്ചനത് വളരെ ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യുമായിരുന്നു. പിന്നെന്നുള്ളത് കൊച്ചിച്ചാച്ചന്റെ സൗമ്യമായിട്ടുള്ള സംസാര രീതി അതെന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. അതൊന്ന് ഞാൻ പറയുകയാണെങ്കിൽ അതിനകത്ത് വെള്ളിച്ചാച്ചൻ കൂടി എനിക്ക് ഉൾപ്പെടുന്നു. കുന്തറയിൽ വെള്ളിച്ചാച്ചനെ ഇവിടെ പലർക്കും അറിയാം. അതിൽ ജന്മച്ചേച്ചിക്കും അമ്മണിമായിക്കൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർക്കത് വെള്ളിച്ചാച്ചന്റെ അടുത്ത് അവതരിപ്പിക്കാൻ പേടിയായിരുന്നു. അവർ പലരിപ്പോഴും വെള്ളിച്ചാന്റെ മുമ്പിലേക്ക് പോലും അവർ ചെയ്യില്ല. അവർ ചെയ്യുന്നത് നേരെ പനമ്പാട്ടേക്ക് പോകും. കൊച്ചിച്ചാച്ചനോട് അവരുടെ ആവശ്യങ്ങൾ പറയും. അത് കഴിഞ്ഞുള്ള സൺഡേ, ഞായറാഴ്ച രാവിലെ കുർബാന കഴിഞ്ഞാൽ കൊച്ചിച്ചാച്ചൻ നേരെ പോകുന്നത് കുന്തറയിലേക്കാണ്.
കുന്തറയിൽ വെല്ലിച്ചാച്ചനോട് അവരുടെ ആവശ്യങ്ങൾ പറയും. ആദ്യമേ വെല്ലിച്ചാച്ചൻ വഴക്കിടും, നിരസിക്കും. പക്ഷേ കൊച്ചിച്ചാച്ചന്റെ ആ സംസാര രീതിയിൽ, ആ സൗമ്യമായ സംസാര രീതി കൊണ്ട് വെല്ലിച്ചാച്ചൻ വരെയും കൊച്ചിച്ചാച്ചന്റെ മുമ്പിൽ വീണു പോയിട്ടുണ്ട്. അമ്മിണിയമ്മയുടെയും ചമ്മച്ചിച്ചിയുടെയും ആവശ്യങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യും. പിന്നൊന്നുള്ളത്, ഞാൻ ഇടയ്ക്ക് പ്രീതിയോട് പറയാറുണ്ട്, കൊച്ചിച്ചാച്ചന്റെ ആരോഗ്യ രഹസ്യം എന്താണ്? അത് കൊച്ചിച്ചാച്ചന്റെ ചിട്ടയായ ജീവിത രീതിയാണ്. വീടിന്റെ മുറ്റത്ത് കാറ് കിടന്നിട്ടും എന്നും രാവിലെ ഏതാണ്ട് 2 കിലോമീറ്റർ പനമ്പാട്ട് നിന്ന് പൂച്ചാക്കൽ ബാങ്ക് വരെ നടക്കുമാണ്. ആ നടക്കുന്നത് എഗൻസ്റ്റ് ദ സണ്ണാണ്, ഈസ്റ്റിലേക്ക് നടക്കുന്നത്. അതുപോലെ തന്നെ ഈവനിങ്ങിലും 2 മൈലും തിരിച്ചു നടന്നു വീട്ടിൽ വന്നാലും പാണാവള്ളിയിലെ ഏറ്റവും മനോഹരമായ ഒരു ഗാർഡനായിരുന്നു കൊച്ചിച്ചാച്ചനുണ്ടായിരുന്നു. ആ ഗാർഡനിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും. അതിനുശേഷം ലവ് ബേർഡ്സ്, അങ്ങനെ പല പല ആക്ടിവിറ്റീസും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു കൊച്ചിച്ചാച്ചൻ നടത്തിയത്. അതാണ് കൊച്ചിച്ചാച്ചന്റെ ആരോഗ്യ രഹസ്യമെന്ന് ആണ് എൻ്റെ വിശ്വാസം. ഇന്നിവിടെ കൊച്ചിച്ചാച്ചന്റെ 100ാമത്തെ ബർത്ത്ഡേ ആഘോഷത്തിൽ എനിക്ക് വരണമെന്ന് വളരെയേറെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു 3 മാസം മുമ്പ് കേരളത്തിലേക്ക് ഒരു ട്രിപ്പ് നടത്തേണ്ടി വന്നു. വീണ്ടും ഒരു ട്രിപ്പ് നടത്താനായിട്ട് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായതാണ് എനിക്ക് വരാൻ സാധിച്ചില്ല. അതിലെനിക്ക് വളരെ ദുഃഖമുണ്ട്. എന്റെയും പ്രീതിയുടെയും പ്രാർത്ഥനയിൽ എന്നും കൊച്ചിച്ചാച്ചനുണ്ടായിരിക്കും. ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഹാപ്പി ഓണം കൊച്ചിച്ചാച്ചൻ. ഹായ് അനുഭായിട്ട് ഫാമിലി മെമ്പേഴ്സ്. ചാക്കോപ്പൻ തലതൊട്ടവരിൽ ഒരാൾ ഞാനാണ് കേട്ടോ. അപ്പോൾ ചാക്കോപ്പൻ ചാച്ചന്റെ ഈ 100ാം ജന്മദിനത്തിൽ ചാക്കോപ്പൻ ചാച്ചനെ പറ്റി സ്വല്പം കാര്യങ്ങൾ പറയാൻ എനിക്ക് അവസരം തന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ സ്കൂൾ ടൈമിൽ ഞാൻ ചാക്കോപ്പൻ ചാച്ചനെ കണ്ടിരുന്നത് കാരണം ചാക്കോപ്പൻ ചാച്ചനെ കാണുമ്പോൾ എപ്പോഴും ചാക്കോപ്പൻ ചാച്ചൻ ഒന്നെങ്കിൽ ഈ റീഡേഴ്സ് ഡൈജസ്റ്റ് വായിച്ചിരിക്കുകയോ അല്ലെ ഒരു ഇംഗ്ലീഷ് മാഗസിൻ വായിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചാക്കോപ്പൻ ചാച്ചനെ കണ്ടിരുന്നത് ഒരു ഇംഗ്ലീഷ് മാനായിട്ടായിരുന്നു. എൻ്റെ കോളേജ് ലൈഫിലാണ് എനിക്ക് ചാക്കോപ്പൻ ചാച്ചനെ ശരിക്കും നേരിട്ടറിയാനുള്ള അവസരം കിട്ടിയത്. ആ അവസരത്തെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിൽ ചിലരെങ്കിലും കുന്തറയിലെ പഴയ വീട് ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മൾ ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴേ ആ വീടിന്റെ മുൻപിലായിട്ടല്ല സ്വല്പം അകന്ന് ഒരു പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു മാവ് ഉണ്ടായിരുന്നു. ആ മാവ് എല്ലാവർക്കും നല്ല തണലും കാറ്റിൽ നിന്നും വെയിലിൽ നിന്നുമൊക്കെ നമ്മളെ സംരക്ഷിച്ചിരുന്നു. ചാക്കോപ്പൻ സംബന്ധിച്ചിടത്തോളം കുന്തറ ഫാമിലിക്ക് ചാക്കോപ്പൻ ചാച്ചൻ അതായിരുന്നു. എല്ലാവർക്കും ഒരു തണലും സാന്ത്വനവും എല്ലാം ഏകുന്ന ഒരു വ്യക്തിയായിരുന്നു. കുന്തറ ഫാമിലിയിൽ നിന്ന് പലരും കടന്നുപോയി. അവരെല്ലാം ചിലർ ചാക്കോപ്പ എന്നാ വിളിച്ചിരുന്നത്, ചിലർ ചേട്ട എന്നാ വിളിച്ചിരുന്നത്, ചിലർ കൊച്ചി ചാച്ച എന്നാ വിളിച്ചിരുന്നത്. അവരെല്ലാം മനസ്സിൽ ഈ ചാക്കോപ്പൻ ചാച്ചനെ എല്ലാ കടമകളും ഏൽപ്പിച്ചിട്ടാണ് അവർ കടന്നുപോയത്. പക്ഷേ ചാക്കോപ്പൻ ചാച്ചൻ അതെല്ലാം ആരോഗ്യമുണ്ടായിരുന്ന അവസാന നിമിഷം വരെ വളരെ കാര്യമായിട്ട് അതെല്ലാം പ്രവർത്തിച്ചിരുന്നു. ഞാൻ ചുരുക്കി ചാക്കോപ്പൻ ചാച്ചന്റെ വ്യക്തിത്വത്തെ പറ്റി പറഞ്ഞതാണ്. ഒത്തിരി പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതെല്ലാം ഈ ഒരു ഉപമയിൽ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെ കുന്തറ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം, ചാക്കോപ്പൻ ചാച്ചൻ ഒരു വെൽ ഓർഗനൈസർ ആയിരുന്നു. പിന്നെ ഒരു ഡിസിഷൻ മേക്കർ, മൂന്നാമത്തെ നല്ലൊരു സപ്പോർട്ടറായിരുന്നു എല്ലാവർക്കും. ഇതെല്ലാം യാതൊരു പരാതിയും ഒന്നുമില്ലാതെ വളരെ സ്നേഹത്തോടുകൂടി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ചാക്കോപ്പൻ ചാച്ചനെ എന്റെയും ദേവസ്വച്ചിന്റെയും വകയായിട്ട് എല്ലാവിധ ജന്മദിനാശംസകളും തരുന്നു. താങ്ക് യു. ഹലോ കുന്തറ ഫാമിലീസ്, എല്ലാവരെയും ഒരുമിച്ച് നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഞാനുമായിട്ടുള്ള കുറെ കൂടുതലായിട്ടുള്ള അടുപ്പം അറിയാമല്ലോ. ആലീസ് പറഞ്ഞ് പഴയ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിലും അതുക്കും മേലെയായിരുന്നു ചാക്കോപ്പൻ ചായന്റെ സ്വഭാവം.
എല്ലാ തരത്തിലും ഞാൻ എന്നൊക്കെ പണാവള്ളി വരുന്നോ അല്ലെ കളപ്പരയ്ക്ക് വരുന്ന അന്ന് എങ്ങനെയെങ്കിലും സമയമുണ്ടാക്കി അവിടെ പോയി ചാക്കോച്ചനെ കാണുമായിരുന്നു. കുറച്ചേരം വർത്താനം പറയുമായിരുന്നു. ഞങ്ങളുടെ വർത്താനം വളരെ അങ്ങേയറ്റം സൗഹൃദപരമായിരുന്നു. പല പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചാക്കോച്ചൻ ഞാൻ ചെല്ലുമ്പോൾ ഉത്സാഹമായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഉത്സാഹനോട് പിന്നെ ഇത് കഴിഞ്ഞ് എല്ലാം പറയുന്നത് നേവിക്കാരന്റെ മകനായി കഴിയപ്പെടുത്താൻ അപ്പനായതുകൊണ്ട് ദേവസ്വത്തിന് കഴിഞ്ഞ് ഞാൻ ബഹുമാനിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ കൂളായിട്ട് എന്നെ എഴുന്നേറ്റ് നിന്ന് എന്നെ സ്വീകരിച്ചതാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പോകുന്നതിൽ അങ്ങേയറ്റ സന്തോഷം. കൂടുതലായി ചാക്കോച്ചനെ പറയാൻ ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് അത് പറയുന്നില്ല. പിന്നെ എപ്പോഴും അവിടെ ചെല്ലുന്നതിന്റെ ഒരു കാരണം കൂടെ വ്യക്തമാക്കി തരാം. കാരണം അവിടെ ചെല്ലാനായിട്ട് എനിക്കും ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയ ഒരു വീടെന്ന് പറയുന്നത് അത് തന്നെയാണ്. പണ്ട് 1969 ചന്ദ്രദൗത്യത്തിന് പോയപ്പോഴത്തേക്കും എഡ്വിൻ ആൽഡ്രനും നീൽ ആംസ്ട്രോങ്ങും ഇറങ്ങി. പാവപ്പെട്ട വേറെ മൈക്കൽ പുള്ളി കറങ്ങിക്കൊണ്ടിരുന്നു. ഇവർ രണ്ടുപേരും കയറിയപ്പോൾ ഇവരുടെ പേര് മാത്രമേ പിന്നെ പുസ്തകത്തിലൊക്കെ വന്നുള്ളൂ. എന്ന് പറയണൊക്കെ ബിഹൈൻഡ് ദ കർട്ടൻ ഒരു മഹതിയുണ്ട് ഇന്നിവിടെ. അത് ആനിമയാണ്. എപ്പം ചെന്നാലും നിങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ കാര്യമായിട്ട് എല്ലാവരും സ്വീകരിച്ചിരുത്തി ചെയ്യുന്ന ആ പുള്ളിക്കാരത്തി ബിഹൈൻഡ് ദ കർട്ടനാണ്. ആ ബിഹൈൻഡ് ദ കർട്ടനുള്ള ആ വനിതയെ ഞാൻ അങ്ങേയറ്റം ഇതോടെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ചാക്കോച്ചനെ ഇത്ര ഭംഗിയായിട്ട് നോക്കിക്കൊണ്ടുവന്നതിന്റെ ഫുൾ ക്രെഡിറ്റും പുള്ളിക്ക് തന്നെ പറയാം. കാരണം നിങ്ങൾ കൂടുതലും പുറത്തായതുകൊണ്ട്. അതുകൊണ്ട് ചാക്കോച്ചന് സകല ആയുരാരോഗ്യം ഞാൻ നേരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ചാക്കോച്ചന് 100 വയസ്സ് കഴിഞ്ഞതിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒരു മനുഷ്യായുസ് 100 വർഷം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. 100 വർഷം ആയുസ് ലഭിക്കുന്നത് 1000-ൽ 3, 4, 5 പേർക്ക് മാത്രമാണ്. ഈ ദൈവകൃപ ലഭിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ ദൈവകൃപ ലഭിക്കുന്നതിന് നമുക്ക് 3-4 കാര്യങ്ങൾ സ്വയസിദ്ധമായിട്ടുണ്ടായിരിക്കണം. വിശ്വാസം, സ്നേഹം, ബഹുമാനം, പങ്കുവയ്ക്കൽ. ഈ ഗുണങ്ങളുടെ എല്ലാം മൂർത്തിഭാവമായിരുന്നു എൻ്റെ ചാക്കപ്പനിച്ചാര്. എൻ്റെ അമ്മയുടെ ആങ്ങള എന്നതിനേക്കാൾ എൻ്റെ സ്വഭാവ രൂപീകരണത്തിനും എന്നെ നേർവഴിയെ നടത്തുന്നതിനും ഒരു വഴി കാട്ടിക്കൂടിയായിരുന്നു. കുന്തറ കുടുംബത്തിലെ മതപരമായും സാമുദായികമായും ഏകദേശം 80 വയസ്സ് വരെ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥന പ്രഥമ സ്ഥാനത്ത് വഹിച്ചിട്ടുണ്ട്. കുന്തറ കുടുംബത്തിലെ എല്ലാവരോടും എല്ലാ കാര്യത്തിലും തുല്യ ദൂരം കൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ. ചാക്കപ്പനിച്ചാച്ചൻ്റെ ഒരു സഹയാത്രികനായിരുന്നു എന്നതിലും ഞാൻ അഭിമാനിക്കുന്നു. 1966 മുതൽ എന്നെ പല കാര്യങ്ങൾക്കായി എന്നെ വിളിക്കുമായിരുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് വികാരവും വിചാരവും ഒരുമിച്ച് കൊണ്ടുപോയിരിക്കുന്ന ഒരു വ്യക്തി. വിജ്ഞാന സമ്പാദത്തിൽ ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്ന ആൾ. വിവേകപരമായി പെരുമാറുന്നതിന് വളരെ ശ്രദ്ധ വഹിച്ചിരുന്നു. ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു. ഈ കാലത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും വിജ്ഞാനം ധാരാളമുണ്ട്, പക്ഷേ വിവേകം ഒന്ന് തന്നെ ഇല്ല. കുഴപ്പമില്ല. സമാധാനശീലനും കാരുണ്യഹൃദയനുമാണ്. ആരോടും അങ്ങനെ ദേഷ്യപ്പെടാനില്ലായിരുന്നു. അഥവാ ദേഷ്യം വന്നാൽ ആ സ്ഥാനത്ത് നിന്ന് മാറിക്കളയും. ഒരു ശരാശരി ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ഒരു കാര്യത്തിലും മാത്രം കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു. വസ്ത്രധാരണത്തിൽ സമ്പത്തിലൊന്നും അഹങ്കരിച്ചിരുന്നില്ല. തൻ്റെ ജീവിതത്തിൽ കയറ്റവും ഇറക്കവും ഉണ്ടായിട്ട് യാതൊരു വ്യത്യാസവും ആരെയും അറിയിച്ചിട്ടില്ല. കുടുംബജീവിതത്തിൽ ദൈവം ദാനമായിട്ട് തന്ന മക്കളെ ഇച്ഛാശക്തിയോട് വളർത്തി. അവർക്ക് വിദ്യാഭ്യാസവും മറ്റു സൗകര്യങ്ങളെല്ലാം നൽകി. സമുദായത്തിൽ വളരെ ഉന്നതരാക്കി തീർത്തു. അതിനെ മക്കൾക്ക് അതിൻ്റെ വില നൽകി. മക്കൾ അതിൻ്റെ വില നൽകി. സ്വന്തം പിതാവിനേക്കാൾ അവർ ഇന്നുവരെ വളരെ കാര്യക്ഷമതയോട് ശ്രദ്ധയോട് നോക്കുന്നു. പ്രത്യേകിച്ച് വർക്കച്ചനും അനിയമ്മയും അഭിനന്ദനം അറിയിക്കുന്നു. സ്വന്തം കുഞ്ഞിനെ താൻ മാറോട് ചേർത്ത് കങ്കാരു മൃഗം കൊണ്ടു നടക്കുന്നത് പോലെ അവർ തങ്ങളുടെ
പ്രവർത്തന മേഖലയിൽ തൻ്റെ പിതാവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. എനിക്കുണ്ടായിട്ടുള്ള നല്ല ജീവിതാനുഭവങ്ങൾ പറയാൻ ധാരാളമുണ്ട്. സമയക്കുറവ് മൂലം ചുരുക്കുന്നു. ഒരിക്കൽ കൂടി കളപ്പുരയ്ക്കൽ കുടുംബത്തിൻ്റെ ആശംസകൾ. കൊച്ചിജാതൻ്റെ 100ാമത്തെ ജന്മദിനത്തിൻ്റെ ആശംസകൾ ഞാൻ ആദ്യമേ നേർന്നുകൊള്ളുന്നു. കൊച്ചിജാനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട്. എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെയാണ് ഏറ്റവും ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്നത്. നല്ലൊരു ജൂബ, ഒരു വെള്ള ജൂബ എന്നെ ആ കിഴക്കേ ഇറയത്ത് വെച്ചാണ് കൊച്ചിജാതനാണ് എന്നെ അന്ന് കുർബാന കൊള്ളപ്പാടിനെ ഒരുക്കി തന്നത്. അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ കൊച്ചിജാതന് ബാങ്കിൽ വൈക്കത്ത് ഫോർവേഡ് ബാങ്കിലാണ് ആദ്യമേ ജോലി ചെയ്തിരുന്നത്. എൻ്റെ ഓർമ്മയിലൊക്കെ ആദ്യത്തെ ജോലി ഫോർവേഡ് ബാങ്കിലാണ്. അപ്പോൾ അവിടെ നിന്ന് വൈകുന്നേരം വന്നാൽ ആദ്യത്തെ കൊച്ചാൻ്റെ പണി ആ കിഴക്ക് വല്ല എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞിട്ട് കിഴക്ക് ഇറയത്തുകൂടി കുറച്ച് നേരം നടക്കും. അപ്പം നമുക്ക് ഈ നടപ്പിൻ്റെ ഒന്നും അർത്ഥമൊന്നും നമുക്കറിയാൻ മേല. കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ ഞങ്ങളെയൊക്കെ ഓടാൻ വിളിക്കും. അപ്പോൾ ആ കിഴക്ക് വശത്ത് ഇപ്പോൾ ഉള്ള ആ മതിലിൻ്റെ അവിടെ നിന്ന് വീട് ചുറ്റി പടിഞ്ഞാറ് വശത്ത് ഇപ്പോൾ കാണുന്ന മതിലിൻ്റെ അവിടം വരെയാണ് ഓട്ടം. അങ്ങനെ ഓടി തിരിച്ചും ഓടി ഇവിടെ വരുന്നവർ ജയിക്കും. അതുപോലെ ഞങ്ങൾ കൂടി ഇങ്ങനെ ഓടുമ്പോൾ സമ്മാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ നമ്മൾ ഓടുന്നത്. പക്ഷേ സമ്മാനമൊന്നും കിട്ടിയല്ല. പക്ഷേ കൊച്ചിച്ചാച്ചനാണ് ആദ്യം ജയിക്കുന്നത്. അത് എന്നും തന്നെ ഉണ്ട് ആ ഓട്ടത്തിൻ്റെ ഇതിൽ. അങ്ങനെ നല്ല എക്സർസൈസിലാണ് കൊച്ചിച്ചാച്ചൻ. അന്നും ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അതൊക്കെ ഉണ്ടായിരുന്ന എനിക്ക് തോന്നുന്നത് നല്ല എക്സർസൈസ് ചെയ്തിരുന്ന ആളാണ് കൊച്ചിച്ചാച്ചൻ. പിന്നത്തെ എൻ്റെ ഒരു ഓർമ്മ എന്നാന്ന് വെച്ചാൽ അത് പനമ്പാട്ടിട്ട് മാറിക്കഴിഞ്ഞാണോന്ന് അറിയാൻ മേല. വൈക്കത്ത് 10 കമാൻഡ്മെൻറ്റ്സ് വന്നു. അപ്പം ഞങ്ങളെ ആദ്യമായിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോയത് കൊച്ചിച്ചാച്ചൻ. അതിനുമ്പോൾ സിനിമ കാണുമെന്നല്ലാണ്ട് ഒരു ഇംഗ്ലീഷ് സിനിമ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും 10 പ്രമാണങ്ങളുടെ അല്ലേ. അപ്പം നമ്മളെ കൊണ്ടുപോയി കാണിച്ച് ഇംഗ്ലീഷാണൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും നമുക്കത് രസമായിരുന്നു. അത് കൊച്ചിച്ചാച്ചനാണ് കൊണ്ടുപോയി കാണിച്ചത്. അതുപോലെ തന്നെ പിന്നെ ജോലി പൂച്ചാക്കൽ ജോലി ആയിരിക്കുമ്പോഴാണ് പനമ്പാട്ട് കിഴക്ക് വശത്ത് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വരും. കിഴക്ക് വശത്ത് ഞങ്ങളെല്ലാവരെയും കൂടി വിളിച്ചിരുത്തി കസേരയൊക്കെ ഇട്ട് ചുറ്റിനും ഇരുന്ന് കൊച്ചിയാൻ കഥ പറയും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നേരം എന്തെങ്കിലും തിന്നാനായിട്ട് നാത്തും കൊണ്ടുവന്ന് അവിടെ വയ്ക്കും ഒരു സ്റ്റൂളിൽ. അപ്പോൾ അവിടെ ഇരുന്ന് റീഡേഴ്സ് ഡൈജസ്റ്റ് വായിക്കണതിൻ്റെ ഓരോ കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് ഞങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ ഓരോന്ന് പറയണത്. അതിപ്പോൾ എവിടെ നിന്നാണ് എങ്ങനെയാണ് കിട്ടണമെന്ന് നമുക്കറിയാമില്ല. പിന്നീടാണ് അറിഞ്ഞത് കൊച്ചിയാൻ ഇങ്ങനെ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് അത് ചെറുതാണെങ്കിലും അതിൻ്റെ 10 ഇരട്ടി കൂട്ടി ഞങ്ങളോട് പറയും. അതൊക്കെ ഞങ്ങൾ പ്രായമായി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ നല്ല ഒരു എൻ്റെ ഓർമ്മയിൽ ഇത്രയും ശാന്തനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ആങ്ങളെയാണെന്ന് പറയുന്നത് ഞാൻ മുഴുപ്പ് പറയണതല്ല. അത്ര നല്ല ഒരു ശാന്തശീലനായ ഒരാളായിരുന്നു. പിള്ളേരാണെങ്കിലും എത്ര കുസൃതി കാണിച്ചാലും സഹി കെട്ടാൻ മാത്രമേ അടിച്ച് ഞാൻ കണ്ടിട്ടുള്ളൂ. അത്ര നല്ല ഒരാളായിട്ടാണ് കൊച്ചിയാനെക്കുറിച്ച് പൊതുവേ അങ്ങനെ തന്നെയുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത്രയൊക്കെ ഞാൻ പറയുന്നു. ഇനി ഒത്തിരി പറയാനായിട്ട് സമയമില്ലല്ലോ, അതുകൊണ്ടാണ്. ശരി. കൊച്ചിനെ കാണുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കൊച്ചിനെ ആദ്യം ഒരു സ്തുതിയായിരിക്കട്ടെ. ഈശോ ശേഷിയായിരിക്കട്ടെ. കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളുടെ ജീവിതം, അതിൻ്റെ ജന്മദിനവും ഹൃദ്യമായ സന്തോഷവും ആഘോഷിച്ച് ജീവിച്ച കൊച്ചിച്ചാച്ചൻ്റെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ ഓർമ്മകളാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു മഹാഭാഗ്യം കിട്ടാനില്ല. ഒരു 100 വയസ്സുകാരനെ ഒപ്പം നിൽക്കുക, ഇരിക്കുക, ജീവിക്കുക എന്നുള്ളത് ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് ഞാൻ കാണുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ നിനക്ക് നൽകിയ ദേശത്ത് ദീർഘകാലം ജീവിക്കുവാൻ മാതാവിനെ പിതാവിനെ ബഹുമാനിക്കുക.
ഈ ബൈബിൾ വചനം അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമാക്കി ജീവിച്ച ഒരു മഹത് വ്യക്തിയാണ് കൊച്ചിച്ചാച്ചൻ. എൻ്റെ 75 വർഷക്കാലത്തെ ജീവിതത്തിൽ ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ കൊച്ചിച്ചാച്ചനെ പറ്റി എനിക്കുണ്ട്. ഇത്രയേറെ ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തി, ധാരാളം മക്കളും കുഞ്ഞുമക്കളും ഒത്തിരിയേറെ സമ്പത്തും ഉള്ള കൊച്ചിച്ചാച്ചനെ ദൈവം ഇത്രയേറെ അനുഗ്രഹിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാണുന്ന ഏറ്റവും വലിയ 2 ഗുണങ്ങൾ ഞാൻ പറയാം. ദീർഘവീക്ഷണവും ആത്മാർത്ഥതയും സത്യസന്ധതയും. കൊച്ചിച്ചാച്ചൻ്റെ ജീവിതകാലത്ത് നേരിട്ടിട്ടുള്ള പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കൊച്ചിച്ചാച്ചനെ പിടിച്ചു നിർത്തിയതും നയിച്ചതും ഈ ഗുണഗണങ്ങളാണ്. കൊച്ചിച്ചാച്ചനാണ് കുന്തറയിലെ നെടുന്തൂൺ. ഇപ്പോൾ ഞങ്ങളെല്ലാം പലപ്പോഴും അനുകരിക്കുന്നത് കൊച്ചിച്ചാച്ചനെയാണ്. ഞാൻ ഓർക്കുകയാണ്, പഴയ കാലത്ത് കുന്തറയിൽ എന്ത് സംഭവം നടന്നാലും എന്ത് മഹാകാര്യങ്ങൾ ആലോചിച്ചാലും കൊച്ചിച്ചാച്ചനായിരിക്കും അവസാനത്തെ വാക്കും തീരുമാനമെടുക്കുന്നത്. ബുദ്ധിക്ക് ബുദ്ധിയും പണത്തിന് പണവും ആവശ്യത്തിനും ഉണ്ടായിരുന്ന കൊച്ചിച്ചാച്ചൻ ഇതൊന്നും കാണിക്കാതെ, ഇതൊന്നിൻ്റെ ഒരു ഭാവം കാണിക്കാതെ വളരെ ലളിതമായി ജീവിച്ച ഒരു വ്യക്തിയാണെന്ന് ഞങ്ങൾക്കറിയാം. വിദ്യാസമ്പന്നനായ ഒരു ഗ്രഹനാഥൻ, ആരോഗ്യമുള്ള ഒരു കൃഷിക്കാരൻ, അതിലേറെ ശക്തമായ ദൈവവിശ്വാസമുള്ള ഒരു കത്തോലിക്കൻ, ഇതെല്ലാം കൊച്ചിച്ചാച്ചൻ്റെ ഏറ്റവും വലിയ ഗുണഗണങ്ങളാണ്. സമൂഹത്തിൽ കൊച്ചിച്ചാച്ചന് ഇത്രയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചതും സമൂഹത്തിൽ ഒരു വലിയ വ്യക്തിയായി മാറ്റിയതും ഈ ഗുണഗണങ്ങളാണ്. അത് ഞങ്ങളെല്ലാം എപ്പോഴും സ്മരിക്കാറുണ്ട്, അനുകരിക്കാറുണ്ട്. ഞാൻ ചില സംഭവങ്ങൾ പറയാം. ആദ്യമായി പാണാവള്ളി പള്ളിയിൽ കരിസ്മാറ്റിക് ഗാനം കൊണ്ടുവന്ന കൊച്ചിച്ചാച്ചനാണ് 1985. റവറൻഡ് ഫാദർ ഫിയോയും റവറൻഡ് ഫാദർ റൂബസുമായിരുന്നു അന്നത്തെ പ്രധാന ധ്യാനഗുരുക്കൾ. അതുപോലെ തന്നെ അതിനുശേഷം അടുത്ത വർഷം പെരുന്നാൾ ആഘോഷിച്ച് കൊച്ചാൻ ഓർക്കുന്നുണ്ടാവും, ഒരുപക്ഷെ ഓർക്കുക. ആ തിരുനാൾ ആഘോഷം അതിഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെടിക്കെട്ടുകാരും ചെണ്ടമേളക്കാരും ബാൻഡുകാരും ഒക്കെ പാണാവള്ളി പരമ്പരായിട്ട് വീട്ടിൽ വരികയും വെടിക്കെട്ട് പൊട്ടിക്കുകയും ബാൻഡ് മേളം ആഘോഷിച്ചൊക്കെ അതൊക്കെ ഞാൻ എൻ്റെ സ്മരണയിൽ തെളിഞ്ഞെളിഞ്ഞ് വരികയാണ്. മറ്റൊരു കാര്യമുള്ളത്, അഞ്ചാലുവഴിയിലെ തോമാച്ചൻ ചേട്ടനായിരുന്നു കൊച്ചിച്ചാച്ചൻ്റെ വലങ്കൈ. എപ്പോഴും എവിടെയും പോകുന്നതിന് സന്നദ്ധനായ അഞ്ചാലുവഴി തോമാച്ചൻ ചേട്ടനെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഒരു കൊച്ചു സംഭവം കൂടെ പറയാം. ജമ്മചേച്ചി മെഡിസിൻ ഉടുപ്പിയിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ചേർക്കാൻ പോകണം. അന്ന് ട്രെയിൻ കൊച്ചിൻ ഹാർബറിലാണ് തുടങ്ങുന്നത്. തോമാച്ചൻ ചേട്ടൻ രാവിലെ കിടക്കയും പെട്ടിയൊക്കെ ആയിട്ട് ഹാർബറിലേക്ക് പോയി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു.
രാത്രിയാണ് കൊച്ചിനാറ്റിനും ജപച്ചേച്ചിയും നമ്മളെല്ലാം കൂടെ അവിടെ ചെല്ലുന്നത്. പണവളിപ്പുള്ള കാര്യം ഓർക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ജപമാലഭക്തി ആഘോഷത്തിന്റെ സ്ഥിരം കൺവീനറായിരുന്നു കൊച്ചിനാറ്റൻ. ഓർക്കുന്നുണ്ടാവും അല്ലേ? ഓർക്കുന്നുണ്ട്. ഇത്രയേറെ വലിയൊരു മഹൽ വ്യക്തിയോടെ ജീവിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മളിൽ നിന്ന് വേർപെട്ട് സ്വർഗപ്രാപ്തി എത്തിയ ത്രേസ്യാക്കുട്ടി ചേച്ചിയെയും നമ്മുടെ കുടുംബാംഗങ്ങളെ സ്മരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.